വാഴപ്പിണ്ടി പയറുതോരൻ റെഡി ആയിരിക്കുകയാണ്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് വളരെ ചുരുക്കം ആളുകൾ മാത്രം യൂസ് ചെയ്യുകയും എന്നാൽ പണ്ട് കാലത്ത് കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതുമായ ഒരു സംഭവമാണ് നമ്മുടെ വാഴപ്പിണ്ടി. ഇത് കണ്ടില്ലേ, വാഴപ്പിണ്ടി ഇത് തോരൻ വെക്കുന്നത് വളരെയധികം നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ്. കിഡ്നി സ്റ്റോണിന് ഒരുപാട് നല്ലതാണ്. ഇതിൻ്റെ വാഴപ്പിണ്ടിയും പയറും, വൻപയറോ ചെറുപയറോ എന്തെങ്കിലും ഇട്ടതിൻ്റെ കൂട്ടത്തിൽ തോരൻ വെക്കുന്നത് ഒരുപാട് നല്ലതാണ്. അതുപോലെ കുടലിൻ്റെ അസുഖത്തിന്, വയറിന് ഒക്കെ ഒത്തിരി ഒരുപാട് നല്ല ഒരു ഇതാണ് വാഴപ്പിണ്ടി. നിന്ന് വാഴപ്പിണ്ടി തോരനാണ് വെക്കുന്നത്. വാഴപ്പിണ്ടി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെത്തിയെടുത്ത് കഴുകി എടുത്ത വാഴപ്പിണ്ടിയാണ്. ഇനി അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം വരും. ഇതിൻ്റെ നാര് ഇത് നമ്മളിങ്ങനെ കൈ വെച്ചിങ്ങനെ ചുറ്റിയെടുത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ ഇത് കട്ട് ചെയ്തിങ്ങനെ എടുത്തിട്ട് കണ്ടില്ലേ, ഈ നാര് നമ്മൾ ഇങ്ങനെ ചുറ്റിയെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ. അഥവാ ഈ ഇത് ഇങ്ങനെ ചുറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഇട്ട് നല്ലതുപോലെ ഒന്ന് അതിനകത്ത് നല്ലതുപോലെ ഞെരടണം. അതിൻ്റെ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ ഇത് നമ്മളിത് മൊത്തം ഇത് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെറുതായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. ഇത് മൊത്തവും നമ്മൾ എന്നിട്ട് ഇത് ചെറുതായിട്ട് കുറച്ച് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് നല്ലതുപോലെ ഞെരടി എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഈ നാര് പോലെ നമ്മൾ നേരത്തെ കണ്ട ആ സാധനം അതെല്ലാം അങ്ങ് പോയി കിട്ടും. അല്ല അങ്ങനെ എടുക്കാൻ ഇഷ്ടമില്ല എങ്കിൽ ഇപ്പോൾ ഇതുപോലെ നമ്മൾ റൗണ്ടിൽ മുറിച്ചതുപോലെ എടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഇതെല്ലാം ഒരുവിധം കട്ട് ചെയ്ത് തീർന്നിത്. ഇനി ഇത് നമ്മൾ ഇത് കറുത്ത് ഇത് വെളിയിൽ ഇങ്ങനെ വെക്കാതെ കുറച്ചത് വെള്ളത്തിലിടണം. അരിഞ്ഞ് ഇത് വെള്ളത്തിലിടണം. ഇനി ഇത് നമ്മൾ വാരി ഇതേ കണ്ടില്ലേ, അരിഞ്ഞ് വെച്ചതാണിത്. ഇതെല്ലാം അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്, ചെറുതായിട്ട് അരിഞ്ഞ്. ഇനി അത് നമ്മൾ വെള്ളത്തിലോട്ട് വാരിയിടണം. വെള്ളത്തിലോട്ട് വിട്ട് മറ്റ് നമ്മുടെ സാധനങ്ങളെല്ലാം തേങ്ങയും അതുമൊക്കെ എടുക്കുന്നത് വരെ ഇത് വെള്ളത്തിൽ കിടന്നോട്ടെ. അങ്ങനെ അത് വെള്ളത്തിലിട്ടു. ഇനി നമ്മൾ അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നമുക്ക് കുറച്ച് കടുക് ഇട്ടാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണ ചൂടായി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് അല്പം കടുക് ഇടാം. കടുകെല്ലാം പൊട്ടി നമുക്ക് അതിലോട്ട്
കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇത് എടുത്ത് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് നമുക്ക് ഇതിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. വറ്റൽമുളക് ഉണ്ടെങ്കിൽ 2-3 വറ്റൽമുളകും കൂടെ മുറിച്ചിടണം കടുക് വറക്കുന്ന സമയത്ത്. അപ്പോൾ നല്ലതാണ്. അതുകൊണ്ട് ഇത് തേങ്ങയും ജീരകവും അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി വെളുത്തുള്ളിയും പച്ചമുളകാണ്. ഞാനിതിൽ കാന്താരി അരച്ചേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി അരയ്ക്കണം, അല്ലെങ്കിൽ പച്ചമുളക് അരയ്ക്കണം. അത് ഇതിനകത്തിട്ട് ഒരു 2-3 അതുള്ള കരിയാപ്പിലയും ഇച്ചിരി ഉള്ളിയും കൂടെ അരച്ചതാണിത്. അത് ഇതിനകത്തോട്ട് നമുക്ക് തട്ടിയിട്ട് കൊടുക്കാം. ചതച്ചതാണ്. ഇത് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഞാൻ ഇതിൽ ഉപ്പിൻ്റെ നീരാണ് ചേർക്കുന്നത്. ഞാൻ കല്ലുപ്പ് മേടിച്ച് അത് കലക്കി അതുപോലെ ആക്കിയിട്ട് അതിൻ്റെ നീരാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. മറ്റേ ഉപ്പ് യൂസ് ചെയ്യാറുണ്ട്, അതിൽ കൂടുതലും ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് അല്പം ഒഴിച്ചു കൊടുക്കാം. കല്ലുപ്പിന് ഒരുപാട് ഗുണമുണ്ടല്ലോ, മറ്റേ ഉപ്പിനേക്കാളും ഗുണം കല്ലുപ്പിനാണ്. അതുകൊണ്ട് നിങ്ങൾ കല്ലുപ്പ് ഉപയോഗിക്കുക. കല്ലുപ്പാണ് എപ്പോഴും നമുക്ക് ഹെൽത്തിന് നല്ലത്, കല്ലുപ്പാണ്. ഇതിൽ നമുക്കൊരു ശകലം ഒരു അരപ്പിൻ്റേതായ വെള്ളം ഒരു ശകലമുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊരു 5 മിനിറ്റ് ഒരു 3/4 വേഗമാകട്ടെ. 3/4 വേഗമാകുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇത് വാഴപ്പിണ്ടിയുടെ തോരൻ ഓക്കെ. ഇനി അതിനകത്തോട്ട് നമ്മൾ ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന പയറാണ്. ഇത് ഞാൻ മിക്സ് പയറാണ് ചേർത്തിരിക്കുന്നത്. ചെറുപയറും വൻപയറും കൂടെ മിക്സായിട്ട് ചേർത്തതാണ്. ഇതിങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ വെച്ച് അത് നമുക്ക് ഇതിനകത്തോട്ട് കട്ട് ചെയ്താം. ഇത് നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു ചെറുതായിട്ടൊന്ന് ഈ വെള്ളം ഒരു ശകലം ഇതിനകത്ത് പയറിനകത്തൊരു ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ ഒന്ന് വറ്റി ഓക്കെ ആയാൽ നമ്മുടെ വാഴപ്പിണ്ടി പയർ തോരൻ റെഡി. നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ നമ്മൾ കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു നല്ല അടിപൊളി മണമല്ലേ, വെളിച്ചെണ്ണയും കരിവേപ്പിലയൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ. അങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടി പയർ തോരൻ റെഡി ആയിരിക്കുകയാണ്, കണ്ടില്ലേ. ഓക്കെ, ഇതിനി നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഇതെടുത്ത് നമുക്ക് വെക്കാം. അങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടി പയർ തോരൻ റെഡി ആയിരിക്കുകയാണ്. ഇത് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് നല്ലതാണ്. വയറിൻ്റെ പ്രോബ്ലത്തിന്, കുടലിൻ്റേതായ പ്രോബ്ലം ഇതെല്ലാം മാറുന്നത് ഇത് ഒരുപാട് നല്ലതാണ് വാഴപ്പിണ്ടി. ഇതിൽ ഒരുപാട് നാരടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ്. കൊളസ്ട്രോൾ അങ്ങനെയുള്ള എല്ലാത്തിനും നല്ലതാണ് വാഴപ്പിണ്ടി തോരൻ. ഇത് നിങ്ങളെല്ലാം ഇനിയും നമ്മൾ കൊല വെട്ടിയിട്ട് കൊല മാത്രം എടുത്തുകൊണ്ട് പോകാതെ വാഴപ്പിണ്ടിയും കൂടെ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്ക് അരിഞ്ഞൊക്കെ എടുക്കാൻ, ഇച്ചിരി പാടാണെങ്കിലും ഇത് ഒരുപാട് ടേസ്റ്റാണ്, ശരീരത്തിന് എല്ലാം നല്ലതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിൽ താങ്ക്സ്. വീണ്ടും ഞാൻ വേറെ ഒരു വീഡിയോയുമായിട്ട് വരാം. ഓക്കെ, ബൈ ബൈ.